ഇന്നത്തെ റെസിപ്പി ഓംലെറ്റ് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഈ കറി പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. ഈ കറി ഉണ്ടാക്കാനായിട്ട് ആകെ ഒരു മുട്ട മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ട ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്, അല്ലെങ്കിൽ 1 എടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇത് റെഡി ആയതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വറുത്ത തേങ്ങയാണ് എടുത്തിട്ട് വറുക്കാതെ തേങ്ങ നമുക്ക് എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ സവാളയും തക്കാളിയും നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങ ഇതിലേക്ക് ചേർക്കാം. മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളക്കാനാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഓംലെറ്റിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറി വാങ്ങി വെക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ്. വറുക്കാതെ തേങ്ങ വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.